പ്രകൃതി അതിന്റെ രൗദ്രഭാവം പുറത്തെടുത്താൽ മനുഷ്യൻ പടുത്തുയർത്തിയ വൻ കോട്ടകൾ പോലും നിമിഷ നേരം കൊണ്ട് നിഷ്പ്രഭമാകും. 2013 കേദാർനാഥ് ദുരന്തം നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിനേക്കാൾ ഭയാനകമായ മറ്റൊരു ദുരന്തം ഹിമാലയത്തിൽ പതുങ്ങിയിരിപ്പുണ്ട്. ഏത് നിമിഷവും അത് സംഭവിക്കാം. ഒരുപക്ഷെ ഒരു സംസ്ഥാനത്തിന്റെ വലിയൊരു ഭാഗം തന്നെ ഭൂപടത്തിൽ നിന്ന് മാഞ്ഞു പോയേക്കാം. ആ വിപത്തിനെ നേരിടാൻ ന്യൂഡൽഹിയിൽ ഇപ്പോൾ തിരക്കിട്ട നീക്കങ്ങളാണ് നടക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ സിസു ഗ്രാമം 2020 ഒക്ടോബറിൽ അടൽ ടണൽ തുറന്നതോടെ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി ഇത് മാറി. കഫേകളും ഹോം സ്റ്റേകളുമായി പ്രതിദിനം 5000-ഓളം വാഹനങ്ങൾ കടന്നുപോകുന്ന തിരക്കേറിയ പ്രദേശം. എന്നാൽ ഈ ഗ്രാമത്തിന് തൊട്ടുപിന്നിൽ സമുദ്രനിരപ്പിൽ നിന്ന് 4068 മീറ്റർ ഉയരത്തിൽ ഒരു ടിക്കിംഗ് ടൈം ബോംബ് ഒളിച്ചിരിപ്പുണ്ട്. ഗേബൻ തടാകം. ഇതൊരു ഗ്ലേസിയർ അഥവാ ഹിമനദിയാണ്, അല്ലെങ്കിൽ ഹിമതടാകമാണ്. ഈ ഹിമതടാകത്തിന്റെ മഞ്ഞുരുകി ഇതെങ്ങാനും പൊട്ടിയാൽ വെറും 21 മിനിറ്റിനുള്ളിൽ വെള്ളം സിസു ഗ്രാമത്തെ വിഴുങ്ങുമെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. വെറും 21 മിനിറ്റിൽ. മണിക്കൂറിൽ 43 കിലോമീറ്റർ വേഗതയിലാകും പ്രളയജലം കുതിച്ചെത്തുക. വെള്ളം മാത്രമല്ല, കൂറ്റൻ പാറകളും മഞ്ഞുപാളികളും എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടായിരിക്കും അത് താഴേക്ക് പതിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗേബൻ തടാകം പെട്ടെന്നൊരു ഭീഷണിയാകുന്നത്? ഉത്തരം ഒന്നേ ഉള്ളൂ: ആഗോള താപനം. 1989 വെറും 36.49 ഹെക്ടർ മാത്രം വിസ്തീർണം ഉണ്ടായിരുന്ന ഈ തടാകം 2022 ആയപ്പോഴേക്കും 101.3 ഹെക്ടറായി വികസിച്ചു. അതായത് 3 ഇരട്ടിയിലധികം വലിപ്പം വെച്ചു. ഉയർന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ മഞ്ഞിന് പകരം മഴ പെയ്യുന്നതാണ് മഞ്ഞുരുകാൻ പ്രധാന കാരണം. ഇത് ഗേബന്റെ മാത്രം പ്രശ്നമല്ല. 2016 ഹിമാചൽ പ്രദേശിൽ ആകെ 805 തടാകങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ 2022 അത് 1619 വർദ്ധിച്ചു. പെട്ടെന്ന് കേൾക്കുമ്പോൾ തടാകങ്ങൾ വർദ്ധിക്കുന്നത് ഒരു നല്ല കാര്യമല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ഹിമാലയത്തിലെ ഈ തടാകങ്ങൾ വലിയൊരു ദുരന്തത്തിന്റെ സൂചനയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും ഇതിലെ അപകടം എന്താണെന്നും നോക്കാം. ആഗോളതാപനം കാരണം അന്തരീക്ഷത്തിൽ ചൂട് കൂടുമ്പോൾ മഞ്ഞുമലകൾ അതിവേഗം ഉരുകുകയും ആ വെള്ളം വലിയ കുഴികളിൽ കെട്ടിക്കിടന്ന് ഇത്തരം പുതിയ തടാകങ്ങൾ രൂപപ്പെടുകയും ചെയ്യും. ഒരു അണക്കെട്ട് പോലെയുള്ളവ ആയിരിക്കും അത്. എന്നാൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള അണക്കെട്ടുകൾ പോലെ കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതായി ആയിരിക്കില്ലല്ലോ ഇവ. മണ്ണും പാറക്കല്ലുകളും ഐസും ഒക്കെ ചേർന്നുണ്ടാക്കുന്ന ഒരു വളരെ ദുർബലമായിട്ടുള്ള സ്വാഭാവിക വരമ്പുകൾക്കുള്ളിലായിരിക്കും ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത്. ഇനി ഇതിലെ ഏറ്റവും വലിയ അപകടം എന്താണെന്നല്ലേ? മഞ്ഞുരുകി തടാകങ്ങളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് അതിലെ വെള്ളത്തിന്റെ അളവും മർദ്ദവും അതിവേഗം വർദ്ധിക്കും. ഈ മർദ്ദം താങ്ങാനാവാതെ വരുമ്പോൾ ദുർബലമായിട്ടുള്ള ഈ മൺവരമ്പുകൾ ഏതു നിമിഷവും വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കാം. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളവും കൂറ്റൻ പാറക്കല്ലുകളും മരങ്ങളും ചെളിയും സകലതിനെയും തകർത്തെറിഞ്ഞ് താഴേക്ക് അത് കുതിച്ചെത്തും. ശാസ്ത്രലോകം ഇതിനെ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡ് എന്ന് വിളിക്കുന്നു. കേദാർനാഥിലും സിക്കിമിനുമെല്ലാം നമ്മൾ കണ്ട സർവനാശങ്ങൾക്ക് കാരണമായത് ഹിമാലയത്തിലെ ഇത്തരം തടാകങ്ങൾ പൊട്ടിയൊഴുകിയതാണ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ സിസു ഗ്രാമത്തെ പൂർണ്ണമായും റെഡ് സോണിൽ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗേബൻ തടാകം പൊട്ടിയാൽ 34 ജനവാസ കേന്ദ്രങ്ങളും 204 ഹെക്ടർ കൃഷിഭൂമിയും ഒറ്റയടിക്കില്ലാതാകും. 57 പാലങ്ങളും 106 കിലോമീറ്റർ നീളമുള്ള റോഡുകളും പൂർണ്ണമായും തകരും. രാജ്യത്തിന് തന്ത്രപ്രധാനമായിട്ടുള്ള മണാലി ലേ ഹൈവേ, പ്രശസ്തമായിട്ടുള്ള അടൽ ടണൽ, മറ്റ് ടൂറിസം ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ സമ്പൂർണ്ണമായും തകർന്നടിയും. ചെനാബ് നദിയിലൂടെ കുതിച്ചെത്തുന്ന ഈ പ്രളയത്തിന്റെ വിനാശകരമായ പ്രത്യാഘാതം ജമ്മു കാശ്മീർ വരെ എത്തിയേക്കാം. ഈ ഭയാനകമായിട്ടുള്ള സാഹചര്യം മുന്നിൽ കണ്ടാണ് ന്യൂഡൽഹിയിൽ കേന്ദ്ര ഏജൻസികൾ തിരക്കിട്ട നീക്കങ്ങൾ നടത്തുന്നത്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, സെൻട്രൽ വാട്ടർ കമ്മീഷൻ, NCPOR, CDAC തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങൾ നേരിട്ടാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. സിസുവിലെ കൃത്രിമ തടാകത്തിൽ സെൻസറുകളും ക്യാമറകളും സാറ്റലൈറ്റ് അധിഷ്ഠിതമായിട്ടുള്ള മുന്നറിയിപ്പ് സംവിധാനമായ പൈലറ്റ് ഏർലി വാർണിംഗ് സിസ്റ്റവും ഇപ്പോൾ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിപ്പോഴും പരീക്ഷണ ഘട്ടത്തിലാണ്. കേന്ദ്ര ഏജൻസികൾ സാങ്കേതികമായ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിലും താഴെ തട്ടിലെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. അപകടമുണ്ടായാൽ ജനങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സുരക്ഷിതമായിട്ടുള്ള പാതകൾ, ഇവാക്യുവേഷൻ റൂട്ട്സ് അല്ലെങ്കിൽ സൈറണുകളോ അലേർട്ട് ബോർഡുകളോ ഗ്രാമത്തിൽ ഇതുവരെ സജ്ജമാക്കിയിട്ടില്ല. കാലാവസ്ഥ വ്യതിയാനം ഹിമാലയത്തെ വലിയൊരു ദുരന്തത്തിലേക്ക് തള്ളിവിടുമ്പോൾ കേവലം പരീക്ഷണങ്ങൾക്കപ്പുറം ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള അടിയന്തര നടപടികളാണ് ഇപ്പോൾ ആവശ്യം. ഗേബൻ എന്ന ടൈം ബോംബ് പൊട്ടുന്നതിന് മുമ്പ് തന്നെ പ്രതിരോധ കോട്ടകൾ തീർത്തേ മതിയാകും.